ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കപ്പ പുഴുങ്ങിയത് നല്ല ഒന്നാമത്തെ കാന്താരി ചതക്കണൊക്കെ വീഡിയോ എടുക്കാന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അനിയൻ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു സാധനം കൊണ്ടുവന്നത്. എന്താണെന്നറിയാമോ? ഇത് കണ്ടോ, മന്തി കൊണ്ടുവന്നത്. ഈ മന്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മന്തിയുടെ പേര് ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നഞ്ചങ്കോട്ട് മന്തി. അതെന്താന്ന് അറിയില്ല. എനിക്ക് ഇച്ചിരി പുളിയും എരിവൊക്കെ ഉള്ളൊരു പ്രത്യേകതരം മന്തിയാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നതും. ഇതുമായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോ നമുക്ക് നഞ്ചങ്കോട്ട് മന്തി കഴിച്ചു തരാം. ഹലോ ഗൈസ്, ഞാൻ ഈ നഞ്ചങ്കോട്ട് മന്തി വിളമ്പാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയാലോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് എവിടുന്നാണ് നിങ്ങൾ മേടിച്ചത്? ആലുവയിലെ നമ്മൾ ദേശത്തേക്ക് പോണ വഴിയുണ്ടല്ലോ, ആ ജംഗ്ഷനില്. ഈ കടയുടെ പേരെന്താ? മേടിച്ച കടയുടെ പേര് എനിക്കറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അൽസാജിന്റെ അടുത്തായിട്ടാ. അൽത്താജോ. ഇതാണ് നമ്മുടെ നഞ്ചങ്കോട്ട് മന്തി. മയണൈസ് മേടിച്ചിട്ടുണ്ട്. മയണൈസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ചേച്ചി ടേസ്റ്റ് ചെയ്യട്ടെ മോന്? മുണുങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈശ്വരാ, പൊളിച്ചേക്കണേ. ഇതിന് ഒരു പുളിപ്പുണ്ട്, നന്നായിട്ട് കുരുമുളകൊക്കെ, നല്ല കുരുമുളകിന്റെ ആ സ്പൈസ് നമുക്കറിയാൻ പറ്റും. ഇതിന് പുളിപ്പാണ് മറ്റു അൽഫാമിന്നൊക്കെ മന്തിന്നൊക്കെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ചിക്കൻ്റെ അകത്ത്. കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ എരിഞ്ഞിട്ട് മൂക്കിനൊക്കെ ഒഴുകാൻ തുടങ്ങും. ആണോ? അതേപോലെ ഇതിനകത്ത് നന്നായിട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്പൈസി. ഞാൻ ഇപ്പൊ കഴിച്ചപ്പോൾ തന്നെ എരിയാൻ തുടങ്ങുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് എനിക്ക് നന്നായിട്ട് എരിവിലടി. ഹാഫ് മേടിച്ചിട്ട് ക്വാർട്ടർ ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആലുവ ആ പ്രദേശത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് കാണാനായിട്ട് പറ്റും. ബോർഡൊക്കെ കാണുമായിരിക്കില്ലേ, നഞ്ചങ്കോട്ട് മന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, അല്ല, അതിന്റെ ഏതൊക്കെ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ അതിന്റെ ഒരു ബോർഡ് കാണും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ആദ്യമായിട്ടാണ്, ഇന്ന് ഇവര് പോയപ്പോൾ ഇവര് കഴിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്നാണ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതെനിക്ക് തോന്നുന്നു നല്ല എരിവുണ്ടാവും, കാരണം എനിക്ക് എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർക്കുട്ട, മന്തി എങ്ങനെയുണ്ടടാ? ഇഷ്ടായോ? പക്ഷെ പാർക്കുട്ടിന് നമ്മൾ ചിക്കൻ കൊടുത്തപ്പോൾ ചിക്കൻ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് കൊടുത്തത്. കാരണം നല്ല സ്പൈസിയും നല്ല പുളിയൊക്കെയാണ്. സാധനം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അമ്മ, ചിക്കൻ എങ്ങനെയുണ്ട്? നല്ല ചിക്കനാണ്. എന്നാ തോന്നിയേ? ഒരു പുതുമ തോന്നിയെന്താ? അത് കുറച്ച് നല്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത്. നന്നായിട്ടേ കുരുമുളക് ഉണ്ടതാ, അതുകൊണ്ടാ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. മറ്റേത് പുളിപ്പ് തോന്നി. പുളി അതിനകത്ത് പുളിയുണ്ട്, എന്തോ ഒരു സാധനം തോന്നിച്ചു. അതാ, നല്ല പുളിയുണ്ടതാ, ടേസ്റ്റ് ഉണ്ട് എന്തായാലും. സാധയല്ലേ മേടിക്കാറ്. ഇതിപ്പോ അവര് പോയപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ടേസ്റ്റ് ഉണ്ട്. അവര് കഴിച്ച് രണ്ടുപേരും എരിഞ്ഞ് ഒരവസ്ഥയെന്ന് പറഞ്ഞ. അപ്പൊ ഇത് കഴിച്ചിട്ടില്ലാത്തോണ്ട് അവര് മേടിച്ചതാ. എന്തായാലും കൊള്ളാല്ലേ?